ഹൈദരാബാദ് കുർണൂലിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ച് വൻ അപകടമുണ്ടായി. ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത്. 20-ലധികം ആളുകൾ മരിച്ചതായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബസ്സിലാകെ ഉണ്ടായിരുന്നത് 40 യാത്രക്കാരാണ്. ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെ ബസ്സിന് തീപിടിക്കുകയായിരുന്നു. ദുരന്തത്തിൽ രാഷ്ട്രപതി അനുശോചനം രേഖപ്പെടുത്തി. This bus caught fire in minutes, hardly 2-3 minutes, because we have a witness here who was coming from opposite direction and he ran to rescue but couldn't rescue because within minutes the bus exploded. And we could save about 19 people here and admitted in the hospital, and rest of the people we couldn't identify as the bodies are completely burnt, and we are trying our best to do our part also. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീധരൻ, എന്താണ് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? MP ബൈറഡി ശബരി സംഭവസ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് MP സ്ഥലത്തെത്തിയത്. ഏതായാലും MP പറയുന്നതനുസരിച്ച് ഈ ബൈക്കുമായി ബസ് കൂട്ടിയിടിച്ചു. ഇതിനുശേഷം ഈ ഫ്യൂവൽ ഇന്ധന ടാങ്കിന്റെ അടുത്തേക്ക് ബൈക്ക് നിരങ്ങിപ്പോയി. ആ നിരങ്ങിപ്പോകുന്നതിനിടയിൽ സ്പാർക്ക് ഉണ്ടായി. ഇതിൽ നിന്ന് ഇന്ധന ടാങ്കിലേക്ക് തീ പടരുകയായിരുന്നു. ഇങ്ങനെയാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 12 പേർ ഈ വാഹനത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ചില ആളുകൾ ആശുപത്രി വിട്ടതായി എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള, അവർക്ക് വലിയ പരിക്കുകളില്ലാതെ ആശുപത്രി വിട്ടതായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. 6 പേരിങ്ങനെ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിടുതൽ വാങ്ങിയിട്ടുണ്ട്. ശേഷിക്കുന്ന ആളുകൾ 6 പേരോളം ഇപ്പോഴും ചികിത്സയിലുണ്ട്. ചിലർക്ക് ചാടി ശേഷം പരിക്ക് പറ്റിയിട്ടുണ്ട്. ചില ആളുകൾ പൊള്ളലേറ്റിട്ടുമുണ്ട്. ഇതിൽ 1-2 ആളുകളുടെ നില 80% പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരം. ഏതായാലും ആന്ധ്രാപ്രദേശ് ആരോഗ്യമന്ത്രി സൂര്യകുമാർ യാദവും സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫോറൻസിക് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെയൊക്കെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശമാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ചീഫ് സെക്രട്ടറിയുമായൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഈ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങളൊക്കെ വൈകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് ഈ അപകടം സംഭവിച്ചിരുന്നത്. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വന്ന കാവേരി എന്ന ബസ്സിനാണ് തീപിടിച്ചത്. AC ബസ്സാണ്. കൂടുതൽ ആൾക്കാരും പുലർച്ചെയായതിനാൽ തന്നെ ഉറക്കത്തിലായിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ബൈക്കുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് തൊട്ടു പിന്നാലെ ചില ആളുകൾ ഉണർന്നു. അവരാണ് പെട്ടെന്ന് എമർജൻസി വാതിലൂടെ പുറത്തേക്ക് ചാടിയത്. ഇത് കുർണൂലിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം നടന്ന സ്ഥലം. ദേശീയപാതയിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. അത്ര അധികം ആൾതാമസമുള്ള ഒരു ഏരിയ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് ആ വഴി പോയ വാഹനങ്ങൾ, ഹൈവേയിലൂടെ പോയ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് പ്രാഥമികമായി ഈ നടപടികൾ, അതായത് രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിച്ചത്. കർണൂലിൽ നിന്ന് പെട്ടെന്ന് ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും പ്രദേശത്തെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിലുള്ള പോലീസും പെട്ടെന്ന് പേര്, വിവരങ്ങൾ അങ്ങനെ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? നമുക്ക് ഇവരുടെ ഈ കാവേരി ബസിന്റെ റിസർവേഷൻ ചാർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകൾ, ആ പേരുകൾ നോക്കിയാൽ മലയാളികളായിട്ടുള്ള ആളുകളെ ഇല്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഇതിൽ പറയുന്ന അനുസരിച്ച് കൂടുതൽ ആളുകളും ഹൈദരാബാദിൽ നിന്ന് കയറിയ ആളുകളാണ്. ദീപാവലി അവധി കഴിഞ്ഞ് ഇവരെല്ലാം ബംഗളൂരുവിലേക്ക് മടങ്ങുകയായിരുന്നു. അതായത് 3 ദിവസമാണ് സാധാരണ ദീപാവലി ആഘോഷം. അതിനുശേഷം വ്യാഴാഴ്ച രാത്രിയോടുകൂടി തന്നെ ആളുകൾ വെള്ളിയാഴ്ച ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി തിരിച്ച് മടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതിൽ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും വലിയ ദുരന്തം തന്നെ, സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുത്തി എന്നാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി അറിയിച്ചത്. അതോടൊപ്പം തന്നെ മരണസംഖ്യ ഉയരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു എന്നും മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. നിലവിലേതായാലും തീയൊക്കെ പൂർണ്ണമായിട്ടും അണക്കി വെക്കുകയും ചെയ്തു.
ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ബസ്സിനുള്ളിൽ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നത്. അതുകൊണ്ട് DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ആന്ധ്രാപ്രദേശ് ആരോഗ്യവകുപ്പ് മന്ത്രി സത്യകുമാർ യാദവ് അറിയിക്കുന്നുണ്ട്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് അപകടമുണ്ടായത്. ആന്ധ്രയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വരികയായിരുന്ന വോൾവോ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.